गुड नाइट को दिखने मस्त मस्त ये गुड नाइट को दिखने मस्त ला 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 അണ്ണ ജ്യേഷ്ഠൻ തമ്പുരാന് വേറെ കല്യാണം ഉറപ്പിച്ചു. നമ്മുടെ വാസ്തവൻ ചേട്ടൻ പറഞ്ഞതാ, അപ്പൊ വാസ്തവമായിരിക്കണം. ഇതാ ഇഡ്ഡലിയും കടലയും സമ്മന്തി സാമ്പാറും ഉണ്ട്. എവിടുന്ന? ഗജമുഖ വിലാസ ഹോട്ടലിൽ നിന്ന്. അതല്ല, കല്യാണം. ഓ കല്യാണോ? ആ കണ്ണു ഡോക്ടർ ഡോക്ടർ ജയശ്രീയോ? പേര് ഞാൻ ചോദിച്ചില്ല, പോയി ചോദിച്ചിട്ട് വരട്ടെ. പാർവതി തമ്പുരാട്ടി വലിയ വാശിയായിട്ട് എടുത്തിരിക്കുക. അതേ ദിവസം അതേ പന്തലിൽ വെച്ച് അതേ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തുമെന്ന്. നമുക്കെല്ലാം അറിയാവുന്ന കുട്ടിയല്ലേ അമ്മേ? എന്നാ പിന്നെ നേരത്തെ ഇത് തന്നെ ആകാരുന്നില്ലേ മോളെ? വെറുതെ എന്തിനാ നമ്മുടെ സുധുവിനെ ഇതിൽ വലിച്ചിട്ടത്? അവളെ അവൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പിന്നെ എന്താ അമ്മേ ചെയ്യേണ്ടത്? തെറ്റിൽ നിന്നും കൂടുതൽ തെറ്റുകളിലേക്ക് നീ എടുത്തു ചാടരുത്. കല്യാണം മാറ്റിവെക്കാൻ പറ്റില്ല. ഇതാവുമ്പോ ആദ്യം അപ്പനും വന്ന ആലോചനയാണ്. കുട്ടിയെ അവനും അറിയാം, ആ വീട്ടുകാർക്കും സമ്മതമാ. എന്റെ സമ്മതം ചോദിക്കണ്ട, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ വിഷ്ണുമോഹേ. അവരെ അവമാനിച്ചു വിട്ടെങ്കിലേ നിന്റെ പോക്ക് അടക്കമില്ലായിട്ടാ. പഠിപ്പൊരു വഴിയൊന്നുമല്ലോ നീ ആ വീട്ടിനകത്ത് കയറിയത്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. പടി അടച്ച് പിണ്ണം വെക്കുന്നതിന് മുമ്പ് നീ പോയി കാല് പിടിച്ച് മാപ്പ് പറ. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമുക്കല്ലേ ആവശ്യം. നീ ആ കൊച്ചു തമ്പുരാട്ടിയെ ചെന്ന് കണ്ട് കരഞ്ഞു പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ചെല്ലു കൊച്ചമ്മണി. പോകുന്നില്ല. അവള് പോവും. അടങ്ങി ഇരുന്നോട് ആട്ടക്കാനും. ഇപ്പഴേ കണ്ടില്ലല്ലോ ബന്ധുക്കളൊക്കെ. അധികാരം അവന്റെ വീട്ടിലെടുത്താ മതി. കൊച്ചപ്പള്ളി, അഹങ്കാരികളാണ് നിന്റെ മക്കള്. അവസ്ഥ അറിഞ്ഞ് നീ അവരെ വളർത്തിയില്ല. അതിന്റെ ഫലം നീ അനുഭവിക്കും. കേട്ടില്ലേ? മതിയായില്ലേ? ഇനി എന്തിനാ അവിടെ നിൽക്കണേ? അന്യായമായി പോയി ആ കുട്ടിയോട് ചെയ്തത്. നീ സുധുവിനെ പോയി കണ്ടോ? ഇല്ല. എന്ത്? എങ്ങനെ അച്ഛാ ഞാൻ അവളുടെ മുഖത്ത് നോക്ക? എന്താ ഞാൻ അവളോട് പറയാ? ഞാൻ പോയി കണ്ടിരുന്നു സാർ. കുറെ നേരം അവിടെ നിന്നു, ഒന്നും മിണ്ടിയില്ല. പോട്ടേന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറ്റി അന്വേഷിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ താമസിക്കാണെന്ന് പറഞ്ഞപ്പോ കരഞ്ഞു. നീ അവിടെ പോയി കാണുമോ? എന്താ മോളെ? അനിയൻ ചേട്ടന് കാപ്പി എടുക്കട്ടെ? നീ എന്താ പൊട്ടു തൊടാത്ത? മറന്നുപോയി. മറക്കരുത്. എനിക്ക് നിന്നെ എന്നും അങ്ങനെ കാണണം, എന്റെ സുധുവായിട്ട്. അത് പറയാനാ ഞാൻ വന്നത്. എന്തിനാ കരയുന്നത്? നിനക്ക് ഞാനില്ലേ മോളെ? എനിക്ക് നിന്നെ എന്റേതാക്കാൻ താലി കെട്ടി ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് പോകും, നീ വരുമെങ്കിൽ. അതല്ല, നിനക്ക് അനിയൻ ചേട്ടൻ അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ
നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ കൊണ്ട് നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. മുത്തശ്ശിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹത്തെക്കാൾ വലുതാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഒന്നും പറയാതിരുന്നത്. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. അമ്മേ, ഗോദവർമ്മ തമ്പുരാന്റെ പത്നി ആത്മഹത്യ ചെയ്തു. കഷ്ടമായിപ്പോയി. ഞങ്ങൾക്കിനി ആരുമില്ല അമ്മാവ. ഞങ്ങളൊക്കെ ഇല്ലേ? ചേട്ടാ, ഞാനിനി ചേച്ചിയോട് എന്ത് പറയാനേ ചേട്ടാ? ചേച്ചി, ചേച്ചി. ദീപം നമുക്ക് അങ്ങോട്ടൊന്ന് പോണ്ടേ അപ്പാ? അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാം, ഞാനില്ല. അമ്മായി, ഞാൻ കൂടെ വന്നോട്ടെ? സുദർശനൊന്ന് കാണണം. വേണ്ട. നിനക്കൂടെ വന്നൂടെ അപ്പാ? ഐ ആം നോട്ട് കമ്മിങ്. ഷീ ഈസ് നോട്ട് കമ്മിങ് വിത്ത് യു. അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞില്ലേ? എന്തിനാ വന്നത്? എല്ലാരും കൂടെ കൊല്ലില്ലേ എന്റെ അമ്മയെ? കുഞ്ചു, ഞാൻ എന്റെ അമ്മയെ കത്തിച്ചളഞ്ഞൊപ്പിച്ച് കഴിയട്ടെ പോലെ. എല്ലാം ഭംഗിയായില്ലേ മോളെ? ഇവിടെ എല്ലാം ഭംഗിയായി. ഇരിക്ക പിണ്ടം പോലെ ഇരിക്കുന്ന കട്ടില്ല. അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ച് നിന്റെ പിറകെ നടന്നിട്ടുള്ള നമ്മുടെ സുഖമായിരിക്കുന്നത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ എഴുത്തുപുരക്കാരാ. എന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എനിക്ക് സാധിച്ചു. നിന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എന്നെ കൊണ്ടായില്ലല്ലോ മോളെ. ഒരു വാക്ക് എനിക്ക് അവളോട് പറയാൻ കഴിഞ്ഞില്ല. അറിയാവുന്ന അക്ഷരങ്ങൾ പോലും അറുതി പറഞ്ഞ് മാറി നിൽക്കുക. മടിയിലിരുത്തി വളർത്തിയ പേരക്കുട്ടിയോട് എങ്ങനെയാ ഞാൻ പൊറുക്കണേന്ന് പറഞ്ഞു. എല്ലാവരും അകന്നകന്നു പോകുന്നല്ലോ എന്റെ വിഷ്ണുമോയെ.
എനിക്കിതൊന്നും ചേരില്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ല അപ്പച്ചി. ഞങ്ങൾ ഇറങ്ങ പോവാം. എന്നാ പിന്നെ അനിയൻചേട്ടാ, അനിയൻചേട്ടൻ പോകുന്നില്ലേ? എങ്ങോട്ട്? അനിയൻചേട്ടന്റെ വീട്ടിലേക്ക്. പോണോ? ഇനി പോണം. ചെയ്യേണ്ടതെല്ലാം അനിയൻചേട്ടൻ ചെയ്തു കഴിഞ്ഞു. ചെയ്യേണ്ടതൊന്നും അനിയൻ ചേട്ടൻ ചെയ്തില്ല മോളെ. താമസിച്ചു പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ ഒട്ട് പറയുന്നുമില്ല. നീ വരുന്നില്ലേ എന്റെ കൂടെ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അന്ന് അനിയൻചേട്ടന്റെ പേര് പറഞ്ഞല്ലേ എല്ലാരുടെ മുമ്പ് വെച്ച് ഞാൻ അവമാനിച്ചത്. അത് അനിയൻചേട്ടന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നാൽ ഞാൻ ആരായി അനിയൻചേട്ടൻ? അവരെന്നെയും അനിയൻചേട്ടനെ പറ്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വരില്ലേ? അതൊക്കെ തെറ്റായിരുന്നെന്ന് ഈ ജീവിതം കൊണ്ട് എനിക്ക് തെളിയിക്കണം. അതിന് അനിയൻചേട്ടൻ എന്നെ സഹായിക്കണം. എന്നെ മറക്കണം. കഥ കടച്ചു കിടന്നു. എന്താ മോനെ, കാര്യം പറ. എല്ലാവരും ഒളിച്ചോടുക. എനിക്കും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടണം തോന്നുന്നച്ചാ. നീ എന്തിനാ ഒളിച്ചോടുന്നത്? വയ്യച്ച, എനിക്കിനി നമ്മുടെ പത്രത്തിൽ ജോലി ചെയ്യാൻ വയ്യ. എഴുത്തുപുരയിലെ കാരണമെന്ന് പോലുമില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ആർക്കും ആരെയും മനസ്സിലാകുന്ന അവസ്ഥയിലല്ല എഴുത്തുപുര വീടും നമ്മുടെ പത്രവും. മലയാള ശബ്ദം നമ്മുടെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് അനന്തരാമന്റെ നീക്കങ്ങൾ. അപ്പൻ ഇപ്പോഴും അവന് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി വരുമ്പോഴേക്കും പത്രം അവന്റെ കയ്യിലിരിക്കും. അത് സംഭവിക്കരുത്. ഞാൻ എന്ത് ചെയ്യണോ അച്ഛാ? ഇപ്പോ നീ ഒന്നും ചെയ്യണ്ട. എസ്റ്റാബ്ലിഷ് യുവർസെൽഫ് ആസ് എ സ്ട്രോങ് ഇൻഡിവിജ്വൽ. നിന്നെ പേടിക്കുന്ന രീതിയിൽ നീ വളരണം. അതിന് കൈക്കരുത്തും ആവേശവും മാത്രം പോരാ. പണം, മണി ഈസ് ദി ഫോഴ്സ്. കാലമെന്ന് പേടിക്കുന്നത് പണത്തെയാണ്. നീ പണമുണ്ടാക്കണം. മുത്തശ്ശിയെയും നിന്റെ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കാൻ. Can you make it? എന്റെ കയ്യിലാകെയുള്ളത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അച്ഛാ. വണ്ടി ഓടിക്കാൻ അറിയാം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. പണമുണ്ടാക്കണം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. അണ്ണാ, ഞാൻ പോയി നോക്കിയിട്ട് വന്നാലോ? അണ്ണനെ കണ്ട ഒരുപക്ഷെ സായിപ്പിന് പഴയ വൈരാഗ്യം ഉണ്ടാവും. അക്ഷരങ്ങളിൽ അല്ലാഹു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തമ്പ്രാൻകുട്ടി, നമ്മള് കോലിത്തല് നിർത്തി നിങ്ങൾ കാരണം 5 നേരവും നിസ്കരിക്കുന്നുണ്ട്.
നിങ്ങൾ കാരണം. ഇപ്പൊ വന്നത് എനിക്ക് പരീതിന്റെ സഹായം വേണം. നമ്മള് നിങ്ങളെ സഹായിക്കണോ? എന്തു വേണം പറയും. നിങ്ങളെല്ലാം പോയി. റഫീഖേ, ഇക്ക തമ്പ്രാൻകുട്ടി സുലൈമാനി എടുക്കട്ടെ. എന്താ അത്? കട്ടൻ ചായ. ആ. റഫീഖെ 3 സുലൈമാനി. വരേ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറയും. എനിക്ക് കുറെ പണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് എത്ര പണം വേണം? അറിഞ്ഞൂടാ. കുറെ പണം വേണം. എനിക്ക് മാളികയൊന്നും പണിയാനല്ല, നല്ലത് പറയാനും ചെയ്യാനും എഴുതാനും വേണ്ടി. തമ്പ്രാൻകുട്ടി പറയണത് നല്ല കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷേ കാര്യം എനിക്ക് പിടികിട്ടിയില്ല. പറയാം. ഫരീദേ, ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പത്രം വിട്ടു. ഞാനും പത്രം വിട്ട് ഫരീദിനെ കാണാൻ വന്നിരിക്കുകയാണ്. നശിച്ചില്ലാതാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതാക്കി രക്ഷിച്ചെടുക്കണം. അച്ഛന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പ്രാൻകുട്ടി, പണം നമ്മളുണ്ടാക്കി തന്നാ പോരെ? പോരാ, അത് ഔദാര്യമാവും. നാളെ ഫരീദിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും എഴുതേണ്ടി വന്നാൽ എന്റെ കൈവറയ്ക്കും. കൈവറയ്ക്കാതെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ തന്നെ പണം ഉണ്ടാക്കി ഞങ്ങളുടെ പത്രത്തെ രക്ഷിച്ചെടുക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്താ ഫരീദ് ഒരു വഴി? തമ്പുരാൻകുട്ടിക്ക് ഏത് വഴിയാണ് പറ്റിയത്? ഏത് വഴി എനിക്ക് പറ്റും. ആ സ്പിരിറ്റ് ലോറി എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കാം. അതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. ഏർപ്പാടാക്കോ? ഫരീദിനോടൊപ്പം ഞാനും കൂടാം, വിശ്വാസമുണ്ടെങ്കിൽ. എന്റെ പൊന്നു തമ്പുരാൻകുട്ടി, ഫരീദ് ഈ ലോകത്ത് നിങ്ങളെ അല്ലാതെ മറ്റാരെ വിശ്വസിക്കാനാ? നിങ്ങള് നമ്മളോടൊപ്പമല്ല, നമ്മള് നിങ്ങളോടൊപ്പമാ. കുടിക്കീൻ. അണ്ണാ, ഈ സ്പിരിറ്റ് കൊണ്ടുപോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എല്ലാത്തിനും ഒരു നല്ല സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. അനപ്പാ, നിന്നെ മാമോദീസ മുക്കിയ സ്പിരിറ്റ് തന്നെ ഇവന്റെ നോട്ടത്തിൽ തന്നെ സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. ചുമ്മാ ഇടാ ചേട്ടാ, തമാശയല്ലേ ഇത്? പോലീസ് ചേട്ടാ, നിർത്തരുത്, ചവിട്ടി വിട്ടോ. സ്പിരിറ്റ് കള്ളക്കടത്ത്, എഴുത്തുമുറയിലെ അബ്കാരി തമ്പുരാൻ. അകത്താവുമ്പോ അറിയും. പാരമ്പര്യം പ്രസംഗിച്ച് ഇറങ്ങിപ്പോയതല്ലേ. ഈ പഠിക്കാതെ ഞാൻ അവനെ കേട്ടില്ല. വിശ്വലക്ഷ്മി തമ്പുരാട്ടി കേട്ടല്ലോ.